ഞീഴൂരിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് മാവേലി സ്റ്റോർ ആക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം. കേരള കോൺഗ്രസ് ഞീഴൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞീഴൂർ സപ്ലൈകോ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണാ സമരം നടത്തി. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് മാവേലി സ്റ്റോർ ആക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക, സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളുടെ വിതരണം പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കേരള കോൺഗ്രസ് ഞീഴൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. മോൻസി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് നിയമസഭയിൽ ബഹുമാനപ്പെട്ട ശ്രീ പി ജോസഫ് സാർ ഉൾപ്പെടെ ഒരേപോലെ ശബ്ദത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഈ നികുതി നിർദ്ദേശങ്ങൾ പരമാവധി കുറയ്ക്കണം. കാരണം ജനങ്ങളെ സഹായിക്കാനുള്ള ക്ഷേമ പദ്ധതികളില്ല, കുറയ്ക്കാൻ തയ്യാറായില്ല. 5000 കോടി രൂപയുടെ നികുതി അടിച്ചേൽപ്പിച്ചു. അതിൻ്റെ കൂടെ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, ബസ് ചാർജ് കൂട്ടി, വീട്ടുകരം കൂട്ടി, സർവ്വ ഇനങ്ങളിലും പാവപ്പെട്ട സാധാരണ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന നികുതി നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിച്ചു. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു ആനുകൂല്യങ്ങൾ ഉണ്ടാവും, പരമാവധി സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. ആനുകൂല്യങ്ങളില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ റബ്ബറിന് പൊതു മാർക്കറ്റ് 160 രൂപയാണ്. അപ്പോൾ ഗവൺമെൻറ് റബ്ബറിന് 160 നിൽക്കുമ്പോൾ 10 രൂപ കൂട്ടി എന്ന് പറഞ്ഞാൽ കൃഷിക്കാരെ കളിയാക്കിയതുപോലെയായിട്ട് 250 രൂപ കൊടുക്കുമെന്ന് LDFിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നതാണ്. 200 രൂപയെങ്കിലും കിട്ടണമെന്ന് ഞങ്ങൾ പറഞ്ഞു. 200 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ന്യായമായിട്ട് സർക്കാരിന് 160 മാർക്കറ്റിലുണ്ട് 40 രൂപ ഒരു നഷ്ടം വന്നത് കൂടാ. കേരള കോൺഗ്രസ് നേതാവ് ബോബൻ മഞ്ഞളാമല അധ്യക്ഷനായിരുന്നു. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം തോമസ് കണ്ണന്തറ മുഖ്യപ്രഭാഷണം നടത്തി. സാജു മാഞ്ഞാലിൽ, ജോണിച്ചൻ പൂമരം, മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു.